9ാം ക്ലാസ്സിലെ കെമിസ്ട്രി ടെസ്റ്റ് പുതിയതാണ്. ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ 1 ആറ്റത്തിൻ്റെ ഘടന. ചിത്രത്തിൽ വിദ്യാർത്ഥികൾ ആറ്റം മാതൃകയെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് കൊടുത്തിരിക്കുന്നത്. ചിത്രത്തെ നോക്കി ആദ്യം 2 കുട്ടികൾ ചിത്രത്തെ നോക്കി ഇത് ആറ്റം മാതൃകയാണല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മറ്റ് 2 കുട്ടികൾ മറുപടി കൊടുക്കുകയാണ്, അതെ, ഇത് മാത്രമല്ല വേറെയും ആറ്റം മാതൃകകൾ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ടെസ്റ്റിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക വിശകലനം ചെയ്യാം. അനലൈസ് ദ ടേബിൾ. ഇതിൽ കൊടുത്തിരിക്കുന്നത് 4 കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ കോളത്തിൽ സബ്സ്റ്റൻസ്, രണ്ടാമത്തത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സ്, മൂന്നാമത്തത് കെമിക്കൽ ഫോർമുല ഓഫ് ദ മോളിക്യൂൾ, 4 റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ആറ്റംസ്. ആദ്യത്തിലെ പദാർത്ഥം, ഘടകമൂലകങ്ങൾ, തന്മാത്രയുടെ രാസസൂത്രം, ആറ്റങ്ങളുടെ എണ്ണത്തിൻ്റെ അനുപാതം. ഒന്നാമത് കൊടുത്തിരിക്കുന്നത് പഞ്ചസാര. പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്, ആദ്യം അതിൻ്റെ കെമിക്കൽ ഫോർമുല നോക്കാം, തന്മാത്രയുടെ രാസസൂത്രം നോക്കാം. C12H22O11. അതിലാദ്യം കണ്ട കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. അപ്പോൾ അതിലൂടെ പഞ്ചസാരയിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് പഞ്ചസാരയുടെ കെമിക്കൽ ഫോർമുലയാണ് പഠിക്കേണ്ടത്. കെമിക്കൽ ഫോർമുല പഠിച്ചാൽ അതിലടങ്ങിയിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സിനെ കുറിച്ച് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ പെട്ടെന്ന് അതിൽ കണ്ടോ, C എന്ന് പറഞ്ഞാൽ കാർബൺ, H എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ, O എന്ന് പറഞ്ഞാൽ ഓക്സിജൻ. ഇനി അതിലുള്ള റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ആറ്റംസ്, ആറ്റങ്ങളുടെ എണ്ണത്തിൻ്റെ അനുപാതം കണ്ടോ, C12, കാർബൺ 12. അപ്പോൾ അതിൽ 12 കാർബൺ ആറ്റം, അതാണ് 12:2. ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം 22, അതാണ് 22. ഓക്സിജൻ 11. അപ്പോൾ അതിൻ്റെ ആറ്റങ്ങളുടെ എണ്ണത്തിൻ്റെ അനുപാതം എന്ന് പറയുന്നത്, റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് 12:22:11. അടുത്ത പദാർത്ഥം ഗ്ലൂക്കോസ്. അപ്പോൾ നമ്മൾ അതിലടങ്ങിയിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സ് അല്ല ആദ്യം പഠിക്കേണ്ടത്, അതിൻ്റെ കെമിക്കൽ ഫോർമുലയാണ് ആദ്യം പഠിക്കേണ്ടത്. അതിലുള്ളത് നോക്കിയോ, അതിൽ എത്ര കാർബൺ ആണുള്ളത്? കാർബൺ 6, ഹൈഡ്രജൻ 12, ഓക്സിജൻ 6. അതിനകണ്ടോ അതിൽ റേഷ്യോ എഴുതിയിരിക്കുന്നത്, ആറ്റങ്ങളുടെ എണ്ണത്തിൻ്റെ അനുപാതം എഴുതിയിരിക്കുന്നത് 1:2:1. ഇതെങ്ങനെയാണെന്ന് നോക്കിക്കോ, കണ്ടോ അവിടെ കാർബൺ 12, കാർബൺ 6, H12, O6. അതിനെ എല്ലാം 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. 6 കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്, 2 അല്ല 6 കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. 6നെ കാർബൺ 6നെ 6 കൊണ്ട് 6നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1, ഹൈഡ്രജൻ 12നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2, ഓക്സിജനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1. അതാണ് 1:2:1. അടുത്തത് നോക്കിയേ, ജലം അല്ലേ, വാട്ടറിൻ്റെയും ആദ്യം കെമിക്കൽ ഫോർമുലയിലോട്ട് നോക്ക്. H2O. നമുക്ക് സാധാരണ എല്ലാം നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഹൈഡ്രജൻ, വാട്ടറിൻ്റെ കെമിക്കൽ ഫോർമുല H2O. ഇതിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജനും 1 ഓക്സിജനും ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഘടകമൂലങ്ങൾ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സ് പഠിക്കാൻ പറ്റും. ഹൈഡ്രജനും ഓക്സിജനും ആണ് 2:1.